എറണാകുളം പെരുമ്പാവൂർ നഗരത്തിൽ വൻ തീപിടുത്തം. മുടിക്കൽ സ്വദേശി സക്കീർ ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള മിൽ സ്റ്റോറിനാണ് തീപിടിച്ചത്. മിൽ സ്റ്റോറിലെ മുഴുവൻ ഉപകരണങ്ങളും കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചെയ്തു. ശ്രീകാന്ത്, എപ്പോഴായിരുന്നു തീപിടുത്തം? ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ഈ പെരുമ്പാവൂർ നഗരത്തിൽ വലിയ തീപിടുത്തം ഒരു കട കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. മുടിക്കൽ സ്വദേശി സക്കീർ ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള മിൽ സ്റ്റോറിനാണ് തീപിടിച്ചത്. പെരുമ്പാവൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഈ സ്ഥാപനമുള്ളത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ നടത്തിയപ്പോൾ അത് ഏതാണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. മിൽ സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന മെഷീനറികൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അല്പം മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന് സ്ഥലത്തേക്ക് എത്താനും തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഏർപ്പെടാനും സാധിച്ചു. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്ന് വ്യക്തമല്ല. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലും സമീപത്തും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ശ്രീകാന്ത്, ഈ തൊട്ടടുത്തൊക്കെ കടകളുണ്ടെന്ന് പറയുന്നു. തീ അങ്ങോട്ടൊന്നും പടർന്നിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തീപിടുത്തത്തിന് കാരണമായത് എന്തെന്ന് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഈ മിൽ സ്റ്റോറൊക്കെ അത്യാവശ്യം ലൈസൻസും മറ്റ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു തന്നെ പ്രവർത്തിക്കുന്ന കേന്ദ്രമായിരിക്കുമല്ലോ. ഈ ഘട്ടത്തിൽ എന്താണ് കാരണം എന്ന് വ്യക്തമല്ല. ഇപ്പോൾ ഈ തീ പിടിച്ച് അത് അണയ്ക്കുന്ന നടപടികൾ അവസാനിക്കുന്നതേയുള്ളൂ. അതിനുശേഷം മാത്രമേ ഇതിന്റെ കാരണം എന്ത് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആണോ മറ്റെന്തെങ്കിലും കാരണം അതിലുണ്ടോ എന്നുള്ളത് ഇനി വേണം, പരിശോധിച്ച ശേഷം വേണം അറിയാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത്, എന്താണ് കാരണം എന്ന് വ്യക്തമായിട്ടില്ല. അത് തീ അണച്ചതിന് ശേഷം, അത് പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഫയർഫോഴ്സ് കടക്കുക. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. തീ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത കൂടി അവിടെ നിന്ന് വരുന്നു.